ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ടാനീസ് വ്ലോഗ്. ഇന്ന് രാവിലെ മുതലുള്ളൊരു ജഗപോക കുക്കിങ്ങും പിള്ളേരെ വിടലും എല്ലാം കൂടി ഒന്ന് കാണിച്ചാലോ? എൻ്റെ ഒരു നല്ല മോർണിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ്, മോന് സ്കൂളിലേക്ക് ഉച്ചയ്ക്ക് ചോറ് വേണ്ട. അപ്പം ഞാൻ വിചാരിച്ചു അവന് ദോശ കൊടുത്തു വിടാവുന്ന. അവന് ദോശ ഇങ്ങനെ കുഞ്ഞി കുഞ്ഞി അപ്പമായിട്ട് കൊടുത്തു വിടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കും. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അടുത്തത് നമ്മുടെ കറിയിലേക്ക് പോകാം. ഇന്ന് ഞാൻ മമ്പയർ ഉപ്പേരിയും കുമ്പളങ്ങ കറിയുമാണ് ഉണ്ടാക്കുന്നത്. കുമ്പളങ്ങ ആഷ് കാർഡ് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞങ്ങൾക്കൊരു കുമ്പളങ്ങ കിട്ടി. അപ്പോൾ അത് വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിന് മമ്പയർ ഞാൻ 2-3 വിസിലടുപ്പിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് കടുക് വറുക്കാനുള്ള പ്രക്രിയയിലേക്കാണ് പോകുന്നത്. നിങ്ങളൊക്കെ എങ്ങനെയാണ് മമ്പയർ ഉണ്ടാക്കുന്നത്? ഞാൻ മസാലയൊന്നും ചേർക്കാണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച്, പിന്നെ അതിലേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കും. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടും. മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇടുന്നത്. അങ്ങനെ അത് ആയി കഴിയുമ്പോൾ കുറച്ച് തേങ്ങ ചിരവിയതും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. വേണ്ടവർക്ക് കുറച്ച് ജീരകപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇത്ര സിമ്പിളാണ് എൻ്റെ മമ്പയർ ഉപ്പേരി. ഇതിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, മക്കൾക്കും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടുന്നത്. മുളക് പൊടിക്ക് പകരം ഞാൻ നമ്മുടെ ചുവന്ന മുളകില്ലേ, അത് കടുക് വറുക്കാൻ നേരത്ത് കുറച്ചിട്ടിരുന്നു. പിന്നെ കുമ്പളങ്ങ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ കൂടെ അരയ്ക്കും. അത് കഴിഞ്ഞിട്ട് കടുക് വറുത്ത് ഇതേപോലെ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു വിസിലടിച്ചാൽ മതി കേട്ടോ. ഈ ഒരു വിസിലടിച്ച കുമ്പളങ്ങ ഇതിലേക്ക് ഇടും. ഇങ്ങനെയാണ് എൻ്റെ കറികൾ. അപ്പോഴത്തേക്കും 2 കറിയായി. അപ്പോഴത്തേക്കും ചോറ് തിളച്ച് വന്നു. അപ്പൂസിനുള്ള ദോശ റെഡി. മോളൂട്ടിക്ക് പിന്നെ ഉച്ചത്തേക്ക് ചോറ് മതിയേ. അപ്പോഴേക്കും പാലെത്തി, പാലും തിളപ്പിച്ചു. എന്തൊരു ജഗവുകയല്ലേ ആക്ച്വലി നമ്മളുടെ മോർണിംഗ്. കുമ്പളങ്ങക്കറി റെഡിയായി. അപ്പോഴാണ് ഞാൻ കാപ്പി കുടിച്ചില്ലല്ലോ എന്ന് ഓർത്തത്. പിന്നെ ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചു. ശരിക്കും പറഞ്ഞാൽ രാവിലെ എണീച്ച് ഒന്നിനും ടൈമില്ല. വേഗം എന്തൊക്കെയോ ആക്കി എങ്ങനെയൊക്കെയോ തീർക്കും. പിന്നെ നമ്മുടെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് ഓംലെറ്റ് ആണെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ ബ്രെഡ് ബട്ടറിൽ പൊരിച്ചെടുത്തു. പിന്നെ ഓംലെറ്റും. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണോ ബ്രെഡ് ഓംലെറ്റ്? ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലായിരുന്നു ആദ്യം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ബ്രെഡ് ഓംലെറ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾക്ക് മോർണിംഗിൽ അത് കഴിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. കേരളത്തിൽ എല്ലാവർക്കും ദോശ, പുട്ട് അങ്ങനെയൊക്കെ വേണമെന്നാണല്ലോ. ഞങ്ങൾ ദോശയും പുട്ട് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കും. പക്ഷേ നമുക്ക് ടൈമില്ലാന്ന് തോന്നുന്ന ദിവസമാണെങ്കിൽ ഞങ്ങൾ ബ്രെഡ് ഓംലെറ്റ് ആക്കും. സോറി കേട്ടോ, വീഡിയോ എടുത്തത് തല കുത്തിപ്പോയി. ഇങ്ങനെ സംഭവിച്ചെന്നറിയില്ല, സോറി. അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു. എന്തൊക്കെയോ ജഗപുകയായിരുന്നു രാവിലെ. ഇത് ഓംലെറ്റാണ്. ഓംലെറ്റ് കാണാൻ ഒരു ലുക്കില്ലെങ്കിലും ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചിൽഡ്രൻസ് ഡേ ആയിട്ട് എൻ്റെ അപ്പൂസ് ഇന്ന് ആർമി മാൻ ആയിട്ടായിരുന്നു. അവൻ്റെ പ്രാക്ടീസാണ് കണ്ടത്. സുന്ദരിക്കുട്ടി, ഇതാരായി സുന്ദരിക്കുട്ടി? നോക്കി, അവിടെ നോക്കി. താരാടത്? താരാടാ കള്ളക്കുട്ടി? താരാ 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 I fought for my country. Jai Hind. ഹാപ്പി ചിൽഡ്രൻസ് ഡേ. Happy Children's Day. ഇത് ഇന്ന് ചെയ്യാൻ പോവോ കൊച്ച്? ഇന്നിതാണോ കുട്ടി? ആർമിക്കാരനാ? ഓക്കെ, ഒന്ന് സല്യൂട്ട് അടിച്ച് കാണിച്ച്. Jai Hind. ഓക്കെ, ഇനി മാർച്ച് ഫാസ്റ്റ് അടിക്കാൻ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അങ്ങോട്ട് ദൂരെ നിന്നോ. ഒന്നിടുവാ. ഫാസ്റ്റ് ആയിട്ട് വാ. അങ്ങോട്ടല്ല, ഇങ്ങോട്ട് നോക്കി വാ. ഓ നോ, സൂപ്പർ സൂപ്പർ സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ.
ഇന്ന് ബാഗ് വേണോ? ബാഗ് വേണോ? ഇങ്ങോട്ടല്ലേ നോക്കണ്ടിയേ? മതി മതി. അമ്മേനെ കുത്തുവോ? മതി. ഞാൻ ഈ സല്യൂട്ട് അടിച്ചോ? Salute. ഓക്കെ.